കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 10. രചന ശാലിനി ഇ.എ. അവൻ പറഞ്ഞു നിർത്തിയതും അച്ഛൻ്റെ മറുപടിക്ക് കാത്തു. എന്നാൽ അപ്പുറം നിശബ്ദമായിരുന്നു. ആകാംക്ഷയോ ആശ്ചര്യമോ നിറഞ്ഞ ഒരു ചോദ്യം അപ്പുറത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതിയ സൂരജിന് നിരാശയായിരുന്നു ഫലം. തുടർന്ന് വായിക്കുക. അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയുന്നത് കേട്ടപ്പോൾ ആശ്ചര്യമൊന്നും തോന്നിയില്ലേ? അവളെ കണ്ടതും ഹൃദയാണെന്ന് കരുതി നേരെ ഞാൻ കയ്യിൽ കയറി പിടിച്ചു. അത് അവളല്ല എന്ന തോന്നൽ ആ നിമിഷം എനിക്ക് വന്നില്ലായിരുന്നു. അപ്പുറത്തെ കനത്തിലുള്ള ഒരു മൂളൽ മാത്രമായിരുന്നു മറുപടി. നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ലാത്തതിനാൽ ഒരു നിമിഷം അവൻ അനുപമയുടെ മുഖത്തേക്ക് നോക്കി. അവളും അതിശയത്തിലാണ്. സൂരജ് വിവരം ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അനുപമ ആ നിമിഷം ചിന്തിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ തനിക്കും ഒരു ഞെട്ടലുണ്ടായി. എന്നിട്ടും സൂരജിൻ്റെ അച്ഛനെന്തേ അങ്ങനെ ഒരു ഭാവവ്യത്യാസം വരാതിരുന്നത്? സൂരജ്, നീ എന്താ മറുപടി തരാത്തത്? അത് അച്ഛ, അടുത്ത ആഴ്ച വരാം. വൈകരുത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എന്താ അച്ഛ? ഫോണിലൂടെ പറയാൻ പറ്റുന്നതല്ല, നേരിട്ട് പറയാം. അടുത്ത സാറ്റർഡേ നൈറ്റിൽ ഞാൻ അവിടെ എത്തും. അമ്മയോട് ചോദിച്ചെന്ന് പറയൂ. മറുപടിക്ക് കാത്ത സൂരജ് കേൾക്കുന്നത് കോൾ ഡിസ്കണക്റ്റായ ശബ്ദമാണ്. ഈ അച്ഛൻ ഒരു കാര്യവും പറഞ്ഞ് അവസാനിപ്പിക്കില്ല. വാലും തലയും ഇല്ലാതെ ഓരോന്ന് പറയും. ബാക്കിയൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കണം. ഇതെന്തൊരു ജന്മ! സൂരജിന് നന്നായി ദേഷ്യം വന്നു. നിന്റെ അമ്മയെ സമ്മതിക്കണം സൂരജ്. കൊല്ലം കുറയായില്ലേ അങ്ങേരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും അവർക്കൊരു അവാർഡ് കൊടുക്കേണ്ടതാ. അനുപമ പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു. ആ രണ്ടിൻ്റെയും കാര്യം പറയാതിരിക്കുന്നതാവും നല്ലത്. അച്ഛൻ്റെ സ്വഭാവമാണ് എനിക്കെങ്കിൽ നീയൊക്കെ എന്നെ ഇട്ട് എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. അച്ഛനെക്കുറിച്ച് മുത്തശ്ശി പറയുന്നത് ഒരു ചൊല്ലുണ്ട്. മേൽപ്പൊട്ടും ഒഴിഞ്ഞൂടാ കീപ്പൊട്ടും ഒഴിഞ്ഞൂടാ, കൈതമുള്ളിൻ്റെ സൈസാണെന്ന്. അത് വളരെ സത്യമാണോ? എന്തിനും ഏതിനും അമ്മയ്ക്ക് ചീത്ത മാത്രമേ ഉള്ളൂ. അച്ഛനു മുന്നിൽ അമ്മ സംസാരിക്കുമ്പോൾ ഒരു വാക്കോ പ്രവൃത്തിയോ തെറ്റാൻ പാടില്ല. എന്നാൽ അച്ഛൻ അതൊന്നും ബാധകമല്ല. ചില നേരത്തെ അമ്മയെ ദേഷ്യം പിടിപ്പിച്ചാൽ കിട്ടില്ല. അന്നേരം അമ്മയുടെ വായിലെന്താണോ തോന്നിയത് അതൊക്കെ വിളിച്ചു പറയും. അമ്മ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ കലിമൂത്ത അച്ഛൻ വാക്കുകൾ വളച്ചൊടിച്ചും കൊണ്ട് അമ്മയെ പ്രതിയാക്കി മാറ്റും. പിന്നീട് അമ്മയ്ക്ക് സംസാരിക്കാൻ ഒരു പഴുതുപോലും അച്ഛൻ കൊടുക്കില്ല. അവസാനം അമ്മ പറയുന്നൊരു വാക്കുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി നിയന്ത്രിക്കാൻ പറ്റാതെയാവും. അതെന്താ ഇത്രയ്ക്ക് ചിരിക്കാൻ മാത്രം? ബാക്കി അമ്മ പറയുന്നത് മുത്തശ്ശിയോടാണ്. നിങ്ങളുടെ മകനെ വല്ല അനാഥാലയത്തിൽ പോയി അന്ധയും ബധിരയും മൂകയുമായിട്ടുള്ള പെണ്ണുങ്ങളെ നോക്കി പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അതാവുമ്പോൾ ഒന്നും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, കണ്ടതിനും കേട്ടതിനും ഒന്നും പറയുകയും വേണ്ട. സത്യമായിട്ടും ഇതുപോലെ തുടർന്നാൽ വല്ല ഹോസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ കാഴ്ചയും കേൾവിയും എല്ലാം കളഞ്ഞിട്ട് പോരും. അത് പറഞ്ഞുകൊണ്ട് സൂരജ് ഉറക്കെ ചിരിച്ചു. നിനക്ക് ചിരി, ആ അമ്മയുടെ വിഷമം അവർക്കല്ലേ അറിയൂ. അച്ഛനെ നിനക്കെന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ സൂരജ്? അങ്ങോട്ട് ചെന്നാൽ മതി. എൻ്റെ പൊന്നെ, എനിക്കിപ്പോഴും അങ്ങേരെ പേടിയാടി. സൂരജേ എന്നൊന്ന് വിളിച്ചാൽ മതി, അപ്പോഴേ മൊട്ടുകൂട്ടിയിടിക്കും. അപ്പോൾ നമ്മുടെ കാര്യം എങ്ങാനും അച്ഛൻ അറിഞ്ഞാലോ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. എങ്കിൽ അതിൻ്റെ 16-ന് എൻ്റെ അടിയന്തരമായിരിക്കും. നിന്നെപ്പോലും അങ്ങേര് വെറുതെ വിടില്ല. ദേ, ഒരുമാതിരി പേടിപ്പിക്കാൻ നിന്നാലുണ്ടല്ലോ. പിന്നെന്തിനാടാ കുഴങ്ങ എന്നെ ഇത്ര വരെ എത്തിച്ചത്? നട്ടിട്ടില്ലാത്തവൻ ഇമാതിരി പണിക്കൊന്നും പുറപ്പെടരുത്. അവനെ തൻ്റെ ദേഹത്തു നിന്നും തള്ളി മാറ്റിക്കൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു. താഴെ ചിതറിക്കിടക്കുന്ന തൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിനുള്ളിലേക്ക് ഓടിക്കയറി. സൂരജ് ഒന്നും പറയാതെ സീലിങ്ങിലേക്ക് മീകൾ നട്ട് അങ്ങനെ കിടന്നു. ബാത്റൂമിൻ്റെ വാതിൽ തുറന്നവൾ ഇറങ്ങി വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഹൃദയെ വിവാഹം കഴിക്കുന്നതിൻ്റെ പേരിൽ നീ എന്നോട് പറഞ്ഞ കഥയും തന്നെ വന്ന വാക്കുമുണ്ട്. കഥയെന്തോ ആകട്ടെ, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് 6 മാസം, അതിനപ്പുറം നിങ്ങൾ തമ്മിലുള്ള ഡൈവോഴ്സ് നീണ്ടുപോകരുത്. നീണ്ടുപോയാൽ അനുപമയാരെന്ന് നീ ശരിക്കും അറിയും. വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൾ വാതിലിന് നേർക്ക് നടന്നു. ഫുഡ് കഴിച്ചിട്ട് പോകാടി. ഫുഡ് നീ നിൻ്റെ തന്തയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്, അയാൾ തിന്നോട്ടെ മുഴുവൻ. കലുതുള്ളി കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ അച്ഛന് വിളിക്കാൻ കണ്ടൊരു നേരം അവൻ ബെഡിലേക്ക് കമഴ്ന്ന് കിടന്നു. പൊന്നുമോളെ, അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം പറഞ്ഞപ്പോഴുണ്ട് നീ ഇങ്ങനെ. അയാളെ നീ ശരിക്കും അറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? രാത്രി 10 മണിയോടടുത്താണ് കാളിദാസും ബാലുവും വീട്ടിലെത്തിയത്. അപ്പോഴേക്കും കാളിന്തിയും ഹൃദയയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സേതുലക്ഷ്മി വന്നതു മുതൽ ശാരദയും
അവരും തമ്മിൽ ജ്വാലയുടെയും ഹൃദയയുടെയും സാമ്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലേക്കാണ് കാളിദാസും ബാലുവും കയറി വരുന്നത്. നിങ്ങളെന്താ വൈകിയത്? സമയം 10 മണി കഴിഞ്ഞല്ലോ. ശാരദയുടേതാണ് ചോദ്യം. ഞങ്ങളിതുവരെ ഓഫീസിനുള്ളിൽ ഫുട്ബോൾ തട്ടിക്കളിക്കുകയായിരുന്നു. ശാരദയുടെ ചോദ്യത്തിന് എടുത്തടിച്ചതുപോലെയായിരുന്നു കാളിദാസിൻ്റെ മറുപടി. അവരവനെ ഒന്ന് ഇരുത്തി നോക്കി. പിന്നിൽ വന്ന ബാലു സാരമില്ലെന്നർത്ഥത്തിൽ വലിയമ്മയുടെ നേർക്ക് നോക്കി കണ്ണടച്ചു കാണിച്ചു. രണ്ടുപേരും മുകളിലേക്ക് കയറി പോകുന്നത് നോക്കി അല്പനേരം നിന്നതിന് ശേഷം ശാരദ സേതുലക്ഷ്മിയുടെ നേർക്ക് തിരിഞ്ഞു. ഇവൻ്റെ ദേഷ്യം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണല്ലോ സേതു. അധികം വൈകാതെ പിടിച്ചു കെട്ടിക്കുന്നതാണ് നല്ലത്. സേതുലക്ഷ്മി ചിരിച്ചു. അത് ഈ പ്രായത്തിൻ്റെയാണ് ഏട്ടത്തി. കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാകും. പിന്നെ ദേഷ്യം കുറയ്ക്കാനുള്ള മരുന്നൊന്നുമല്ല. കല്യാണം രണ്ടിനും 26 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 28 കഴിയട്ടെ, അപ്പോഴേ ആലോചിക്കാം കല്യാണമൊക്കെ. എങ്കിലും ഇപ്പോഴേ നോക്കി വെച്ചാൽ ആ സമയത്ത് കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. ഇവന്മാരുടെ കാര്യത്തിൽ നമ്മൾ നോക്കി വെച്ചിട്ട് എന്തിനാ ഏട്ടത്തി? സമയമാകുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും. ഞാൻ ഇത്തരം ചിന്താഗതിക്കാരിയാണ്. എന്തായാലും അവൻ്റെ അച്ഛൻ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും നിർബന്ധിച്ചില്ല എന്നൊരു വാക്ക് നാളെ കേൾക്കാൻ ഇടവരരുതല്ലോ. സംസാരത്തിനിടയിൽ രണ്ടുപേരും അവർക്കുള്ള ഫുഡ് മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. സേതു, ആ കുട്ടി വന്നയുടനെ മുകളിലേക്ക് പോയതല്ലേ? ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ 2 തവണ ചെന്ന് വിളിച്ചപ്പോഴും തലവേദനയാണ്, പിന്നെ വരാമെന്ന് പറഞ്ഞു. നീ ബാലുവിനെ വിളിച്ച് പറ താഴേക്ക് വരുമ്പോൾ അതിനെ കൂടെ കൂട്ടാൻ. വെറുതെ എന്തിനാ അന്തിക്ക് പട്ടിണി കിടക്കുന്നത്? ശാരദ പറഞ്ഞത് കേട്ട് സേതുലക്ഷ്മി വേഗം ഫോണെടുത്ത് ബാലുവിനെ വിളിച്ചു. അവർ വരുമ്പോൾ മാധവിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് വരാമെന്ന് ബാലു മറുപടിയും കൊടുത്തു. കാളിദാസ് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ബാലു മുറിയിലേക്ക് കയറി വരുന്നത്. കാളി, മാധവ് വന്നിട്ടിതുവരെ താഴോട്ട് ചെന്നിട്ടില്ലത്രേ. ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് വല്യമ്മ 2-3 വട്ടം വന്ന് വിളിച്ചെന്നാണ് പറയുന്നത്. പിന്നെ വരാം, തലവേദനയാണെന്ന് പറഞ്ഞത്രേ. ബാലുവിൻ്റെ വാക്കുകൾക്ക് കനത്തിലൊന്ന് മൂളിക്കൊണ്ട് കാളി ഉടുത്തിരിക്കുന്ന ടർക്കി മാറ്റി ട്രാക്ക് പാൻറ്റും സ്ലീവ്ലെസ് ബനിയനും എടുത്തിട്ടു. കണ്ണാടിയിൽ നോക്കി അവൻ്റെ മുടിയൊന്ന് ചികി സ്ഥിരം അടിക്കുന്ന പെർഫ്യൂം എടുത്തടിച്ചു. ഈ രാത്രിയിൽ എന്തിനാണ് നീ പെർഫ്യൂം അടിക്കുന്നത്? ബാലുവിൻ്റെ ചോദ്യത്തിന് കാളി മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്കെന്താടാ വായ തുറന്നൊന്നും മിണ്ടിയാൽ? ഒരു ഗൗരവക്കാരൻ വന്നിരിക്കുന്നു. പെർഫ്യൂം ടേബിളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് കാളി ബാലുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഞാൻ തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്കുള്ളത് കൂടി നീ പറയുന്നില്ലേ? എല്ലാവരും കൂടി വായിട്ടലക്കുന്നത് എന്തിനാണ്? അത് പറഞ്ഞുകൊണ്ട് കാളി പുറത്തേക്ക് നടന്നു. എൻ്റെ സംസാരം കൂടുതലാണെന്ന് അല്ലേ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എളിയിൽ 2 കൈയും കുത്തിക്കൊണ്ട് ബാലു അവിടെ തന്നെ നിൽക്കുകയാണ്. വാതിലിനടുത്ത് എത്തിയ കാളി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ, വരുന്നില്ലേ? നിനക്കുള്ള ഫുഡ് ഇവിടെ എത്തുമോ? അത് ചോദിച്ചും കൊണ്ടവൻ മാധവ് കിടക്കുന്ന റൂമിലേക്ക് കയറി. ഇവനെ ഇന്ന് ഞാനുണ്ടല്ലോ, പതിയെ പറഞ്ഞുകൊണ്ട് അവൻ അന്തരീക്ഷത്തിൽ കാളിയെ അടിക്കുന്നത് പോലെ മുഷ്ടി ചുരുട്ടിക്കാട്ടി. എന്നിട്ട് വേഗം അവൻ്റെ കൂടെ മാധവിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. എന്താ പെട്ടെന്ന് തലവേദന വരാൻ? ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന മാധവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് കാളിദാസ് ചോദിച്ചു. എന്തോ ഇന്ന് കുറേ യാത്ര ചെയ്തതല്ലേ, അതിൻ്റെയാകും. എന്നാൽ കരഞ്ഞു വീർത്ത് അവൻ്റെ മുഖം പറയുന്നുണ്ടായിരുന്നു അതൊരു വെറും തലവേദനയില്ലെന്ന്. എന്തായാലും നീ വാ, നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ചെറിയമ്മയുടെ കയ്യിലുണ്ടാകും. കിടക്കുമ്പോൾ അതൊന്ന് കഴിച്ചിട്ട് കിടന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും തലവേദന മാറും. അത് പറഞ്ഞുകൊണ്ട് കാളിദാസ് എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. വാ മാധവ്, ഒന്നും കഴിക്കാതെ ഇരുന്നാൽ തലവേദന കൂടുകയുള്ളൂ. ബാലു അവനെ നിർബന്ധിച്ച് ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. 3 പേരും കഴിക്കാൻ ഇരുന്നതും അമ്മമാർ 2 പേരും അവർക്ക് വിളമ്പിക്കൊടുത്തു. മാധവ് ഭക്ഷണത്തിലേക്ക് മുഖം താഴ്ത്തി വെച്ചാണ് കഴിക്കുന്നത്. ആരെയും നോക്കുന്നില്ല. മാധവ്, 2 ദിവസം കഴിഞ്ഞ് തീരൂ എന്ന് പറഞ്ഞ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ മാറേണ്ട. 2 ദിവസം ഇവിടെ നിന്നതിന് ശേഷം പോകാം. അത് വേണ്ട ദാസ്, ഞങ്ങൾ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് മാറാം. വെറുതെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയിൽ വരും. ഞങ്ങൾ തനിച്ചാകുമ്പോൾ വീട്ടിലെ പണികളും മറ്റുമായി നേരം പോകുമല്ലോ. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കാളിദാസ് അതിന് സമ്മതിച്ചു. എന്തിനാ രാവിലെ തന്നെ പോകുന്നത്? വൈകിട്ട് പോയാൽ പോരെ? സേതുലക്ഷ്മിയുടെ ചോദ്യത്തിന് മാധവ് ഒന്ന് പുഞ്ചിരിച്ചു. ഒരു വീട്ടിലേക്ക് ഇരിക്കുകയല്ലേ ആൻറ്റി, അത് രാവിലെയാകുന്നതാണ് നല്ലത്. അത് ശരിയാ. എന്തായാലും ചായ നേരത്തെ ശരിയാക്കാൻ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. മാധവ് സമ്മതമെന്നോണം തലയാട്ടി. ആകാശിൻ്റെ വിവരമെന്താ? അവന് ജോലിയൊക്കെ ആയില്ലേ?
MBA പഠിക്കുമ്പോൾ വെക്കേഷൻ സമയത്തെല്ലാം അവരുടെ കൂടെ അവനും വരുമായിരുന്നു. വന്നാൽ പിന്നെ ഇവിടെയൊരു ബഹളമാണ്. ശാരദയുടെ ചോദ്യം കേട്ടതും മാധവിൻ്റെ വിരലുകൾ നിശ്ചലമായി. കണ്ണുകൾ നിറഞ്ഞതും പെട്ടെന്ന് ഭക്ഷണം നിർത്തി മാധവ് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. അതോടെ കാളിദാസ് ദേഷ്യത്തോടെ ശാരദയെ നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ശാരദക്കോ സേതുലക്ഷ്മിക്കോ മനസ്സിലായില്ല. കഴുകിയതും മാധവ് ഒരു ഓട്ടമായിരുന്നു മുകളിലേക്ക്. അമ്മയ്ക്കിതെന്താ ഓരോരോ ചോദ്യങ്ങൾ? അവനും കൈകുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ചെറിയച്ഛനും അച്ഛനും വന്ന് കഴിഞ്ഞാലുടനെ ഓഫീസ് റൂമിലേക്ക് വരാൻ പറയണം. ഞാനും ബാലുവും അവിടെ ഉണ്ടാകും. പിന്നെ ചെറിയമ്മേ, തലവേദനയ്ക്കൊരു ടാബ്ലറ്റ് മാധവിൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കണം. അതും പറഞ്ഞുകൊണ്ടവൻ കാലുകൾ അമർത്തി ചവിട്ടി മുകളിലേക്ക് കയറിപ്പോയി. ഇന്നാണ് ഗോപകുമാർ ദുബായിൽ നിന്ന് വരുന്നത്. മുരളിനാഥ് അയാളെ കൊണ്ടുവരാനായി എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. ബാലു, എന്താ കാര്യം? ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തിനാ? ആ കുട്ടി കഴിക്കുന്നത് നിർത്തി ഓടിപ്പോയത്. കാളിക്ക് എന്തിനാ ഇത്ര കലിപ്പ്? ശാരദയുടെ മുഖത്താകെ സങ്കടം നിറഞ്ഞു. ബാലു രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെയും മുഖത്ത് നിറയെ ചോദ്യങ്ങളാണ്. ആകാശ്, അവനൊരു ആക്സിഡൻറ്റിൽ മരിച്ചു 2 വർഷം മുമ്പ്. അയ്യോ! ശാരദയുടെ കൈ അറിയാതെ വായ് മൂടിപ്പോയി. തുടരും കേട്ടോ. ഇനി നാളെ ഈ നേരത്ത് കാണാം കഥയുടെ ബാക്കി ഭാഗം.